ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് മലയാളിയായ സാലക്സ് കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. സാലക്സ്, നേരത്തെ പറഞ്ഞതനുസരിച്ച് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ അത് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. 1 എന്നുള്ളതിലേക്ക് 4 മരണം സ്ഥിരീകരിച്ചൊരു സ്ഥിതിയുണ്ട്. അപ്പോഴും മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ്? ഈ കാണാതായവരുടെ ലിസ്റ്റ് പുറത്തു വന്നത് അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പം മരണപ്പെട്ട ആളുകൾ 4 മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 4 മലയാളികളുടെ ലിസ്റ്റ് ഇപ്പോൾ അവർ കമ്പനി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ബാക്കി ആളുകളുടെ ഒന്നും പുറത്തേക്ക് വിട്ടില്ല. മാധ്യമങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. ഈ ക്യാമ്പിൽ താമസിച്ചിരുന്ന 195 ആളുകളുടെയും അതിനകത്ത് കാഷ്വാലിറ്റി ഉള്ള ആളുകളും മരണപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള കറക്റ്റ് ഒരു ലിസ്റ്റ് അവർ പുറത്ത് ഉടൻ വിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അതായത് ഈ 21 പേരുടെ ലിസ്റ്റ് നേരത്തെ പുറത്തു വന്നിരുന്നല്ലോ, നമ്മൾ ഈ കാണാതായവരാണ് എന്ന് കരുതി വന്ന, പക്ഷെ ഇപ്പോൾ ഈ മരിച്ചവരിൽ 4 പേരും ആ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന പേരുകാർ തന്നെയാണ്. 21 ലിസ്റ്റ് ഉണ്ടായിരുന്ന 4 പേര് തന്നെയാണ് അതിലുണ്ടായിരുന്നവരാണ്. ആ 21 പേരിൽ ലിസ്റ്റിൽ അവര് ഒഫീഷ്യലി ആ ലിസ്റ്റ് പുറത്തു വിട്ടപ്പോൾ അതിൽ 2 പേര് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നതുകൊണ്ടാണ് അവരത് മിസ്സിംഗ് എന്ന് പറഞ്ഞ് അത് മാറ്റിയത്. അത് കൺഫേം ചെയ്യുന്ന ഒരു വാർത്തയല്ല. ഇപ്പോൾ ഈ മരിച്ച 4 പേരുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. മറ്റ് 21 പേർ എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അതാണ് ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം. അത് സംബന്ധിച്ച് നമുക്കൊരു സ്ഥിരീകരണം ആയിട്ടില്ല അല്ലെ? ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. അതിനുള്ള ശ്രമിക്കുന്നുണ്ട്. മരണസംഖ്യ എന്തായാലും മലയാളികൾ 20-ൽ കൂടുതൽ കൂടും എന്ന് തന്നെയാണ്. 20-25ഓളം മലയാളികൾ കൂടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മരണസംഖ്യ 49 ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അതും അതിൽ കൂടുമെന്ന് അറിയാൻ കഴിയുന്നു. അനൗദ്യോഗികമായിട്ട് എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ 50-ന് മുകളിലുണ്ടെന്നാണ്. 50-ന് മുകളിൽ ആളുകളെന്ന് പറയുന്നു. ഔദ്യോഗികമായിട്ട് ഇവർ അറിയിച്ചിരിക്കുന്നത് 49 പേരാണ് ഇപ്പോഴും. ആശുപത്രികളിലുള്ള ആളുകളുടെ ആശുപത്രിയിലുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം കറക്റ്റായിട്ട് ഒരു വിവരങ്ങൾ മിനിസ്ട്രിയിൽ നിന്നും ഇവിടുത്തെ ആരോഗ്യവകുപ്പിൽ നമുക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ്. ആളുകൾ എല്ലാവരും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് കൃത്യമായ ഒരു വിവരം. ഇപ്പൊ ആദ്യമായി നമുക്ക് കിട്ടിയ ഷമീറിന്റെ ആയിരുന്നു. അത് അവർക്ക് ഫസ്റ്റ് കിട്ടി. അത് ഷമീറിന് മരണപ്പെട്ടു എന്ന് അവരുടെ കമ്പനി തന്നെയാണ് സ്ഥിരീകരിച്ചിരുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണമല്ല ഉണ്ടായത്. റൈറ്റ് സാലക്സ്, അതിനൊപ്പം ഇപ്പോൾ വരുന്ന വാർത്ത 5 പേർ മരിച്ചു എന്നുള്ളത് കൂടിയാണ്. കോട്ടയം സ്വദേശിയായ ഒരാൾ കൂടി മരിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. 5 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നു ഇപ്പോൾ. അതിദാരുണമായ ഒരു ദുരന്തത്തിലേക്ക് കടക്കുന്ന വിവരങ്ങൾ. സാലക്സ് ഒന്ന് പറഞ്ഞോളൂ. രഞ്ജിത്ത്, കേളു, ഷമീർ, ആകാശ് എന്നീ വിവരങ്ങളായിരുന്നു ഇപ്പോൾ ഇതുവരെ വന്നിരുന്നത്. ഇപ്പോൾ ഒരു കോട്ടയം സ്വദേശി മരിച്ചു എന്ന് അറിയാൻ കഴിയുന്നു. അതിന്റെ മെസ്സേജ് ഞാൻ ഒന്ന് തുടരണേ, ഒന്ന് ദയവായി